കാരണം ഞാൻ ഇതുവരെ വന്നിട്ടൊരു ആനപ്പിണ്ടം പോലും കണ്ടിട്ടില്ല. ദിസ് ഈസ് ഇലവിഴ പുഞ്ചിറൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്. ഒരു ഓന്തോറുന്നു. അസ്സലാമലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എന്നുള്ളത് കോട്ടയത്താണ്. വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞു. ഇന്നാണ് ഞാൻ കോട്ടയത്ത് വന്നിട്ട് ഒരു പുതിയൊരു റൂട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പരിസരവാസികളോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് ചോദിച്ചപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സ്ഥലങ്ങളല്ല. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് 1-2 സ്പോട്ടുകളുണ്ട്. പക്ഷേ അവിടെ പോകുന്ന റൂട്ടും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് ഇവിടുന്ന് ഈരാറ്റുപേട്ട, അപ്പോൾ ഞാനുള്ളത് മണിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നത് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ട് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട കഴിഞ്ഞിട്ട് വാഗമൺ കയറുന്ന റൂട്ടിൽ പോയി കഴിഞ്ഞാൽ 2-3 സ്പോട്ടുകളുണ്ട്. ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇന്ന് കാലാവസ്ഥ ഒരു മഴ മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. വണ്ടി ഞാൻ കാറിന് വന്നതായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോണത് സ്പ്ലെൻഡറിലാണ്. സ്പ്ലെൻഡറിൻ്റെ വണ്ടിയാണത്. നമ്മുടെ സാബിർ മോൻ്റെ വണ്ടിയാണ്. സാബിർ മോൻ കോളേജിലേക്ക് ചെത്തി പൊളിക്കാൻ പോകുന്ന വണ്ടിയാണ്. അടുത്താണ് നമ്മളിന്ന് പോണത്. ഇത് മിസ്റ്റർ പേരെന്തായിരുന്നു? അമാനെ കൂട്ടിട്ടാണ്. അമാൻ വരുന്നതിൻ്റെ കൂടെ അബ്ദുള്ള അവിടെ എത്തി. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നു, പുറപ്പെടുന്നു. കോഴിയുടെ കൂട് കഴുകാൻ പോവാ? എന്നാൽ പോയി കഴുകു. ശരി, ഓക്കെ സുഹൃത്തുക്കളെ. ഇത് നമ്മളൊരു ബന്ധുവീടാണ്. ഞാൻ വൈഫ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ബൈക്ക് എടുക്കാനായിട്ട്. കാരണം ബൈക്കിന് പോകുമായിരിക്കും സേഫ്. പിന്നെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റിൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലുള്ളൊരു റൂൾസ്. അപ്പോൾ പറ്റുമെന്നറിയില്ല. അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യും. അതൊരു പോകുന്ന വഴി കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. പുറപ്പെടാം. വേണ്ട ഞാൻ കഴിച്ചു. വേണ്ട, ഇടിയപ്പമൊക്കെ കഴിച്ചു ഞാൻ. പോരാം. വണ്ടി അടിപൊളി, എന്തായാലും സ്പ്ലെൻഡറാണ്. പക്ഷെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരോടും പോയിട്ട് വരാം. ഹോയ്, വലൈക്കും അസ്സലാം. ഹോയ് ശരി, കാണാം. വേറെ വൈകിട്ട്. ശരി എടാ, നീ കൊണ്ടുപോകല്ലോ അത്? ഓക്കെ. ആ, മണ്ണ് എല്ലാം മഴ പെയ്ത് പോയി, കുറച്ച് ഒഴുകിപ്പോയി മണ്ണ്. ശരി. ഓക്കെ. നല്ലൊരു ഇറക്കാണ് ഇവിടുന്ന്. 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോൾ അവർ ഈ റോഡ് വണ്ടി കയറി വരാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിരുന്നു കുഴിയിലൊക്കെ. പക്ഷേ കറക്റ്റ് സമയം വെച്ച് മഴ പെയ്ത് ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത് മണ്ണെല്ലാം ഒഴുകിപ്പോയി. ഇനിയിപ്പോൾ വണ്ടി കയറാൻ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട്. നല്ല ഇറക്കുക. കുറേ ആയി സ്പ്ലെൻഡറൊക്കെ അതുപോലെ ഓടിച്ചിട്ട്. പണ്ട് സ്പ്ലെൻഡർ ഉണ്ടായിരുന്ന സമയത്ത് ഓടിച്ചതാണ്. ഇവൻ കുറച്ച് ആൾട്രേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കോളേജിൽ പോകുന്നറിയില്ല. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് കടന്നിരിക്കുവാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ 5 കിലോമീറ്റർ മണിമല, അത് കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി, അതും കഴിയുമ്പോൾ പിന്നെ പോകുന്നത് ഈരാറ്റുപേട്ട. അങ്ങനെയാണ് പോകാൻ പ്ലാൻ. വീഡിയോ റെക്കോർഡാകുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോലും പറ്റില്ല. ക്യാമറയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഹാങ് ആവണം. നമ്മളെടുത്ത ക്ലിപ്സ് കാണാൻ പറ്റുന്നില്ല. അത് റെക്കോർഡ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. സോ നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തും. അതായത് മൂവാറ്റുപുഴ പുനലൂർ വരെ പോകുന്നൊരു പുതിയ ഹൈവേ പണിതിരുന്നല്ലോ ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഒരു മൈക്കിൻ്റെ വോയിസ് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് ഒന്നും ചെക്ക് ചെയ്യാനിപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം ഈ മൈക്കിൻ്റെ ഇത് ഞാൻ മൗത്തിൻ്റെ അടുത്ത് കണക്ട് ചെയ്തുകൊണ്ട് അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇളകുമ്പോൾ നമ്മളൊരു ശ്വാസം വിടുന്ന പോലൊരു
സൗണ്ട് പോലെയാണ് അത് കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലുണ്ടായിരുന്നു, 1-2 പേര് കമൻറ്റിൽ നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെന്ന്. അത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നല്ല റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടാവില്ല, വണ്ടി കൂടുതലായിട്ട് കുലുങ്ങുന്ന സമയത്താണ് ശബ്ദം വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങുന്നു. ഇവിടുന്ന് ജസ്റ്റ് ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട് മണിമല ചെന്നിട്ട് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് നമുക്കങ്ങ് പോവാം. പക്ഷേ മണിമല ടൗണാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ക്യാമറ ഒന്ന് ശരിക്കും ചെക്ക് ചെയ്യണം. ചെറിയ പ്രോബ്ലം ഉണ്ട്. ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് റെഡിയാക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ക്യാമറ ഹാങ് ആവുന്നുണ്ട്. ഒന്നും പിന്നെ എടുക്കുന്ന വീഡിയോസൊന്നും റെക്കോർഡാവുണ്ടോ ഇല്ലയെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ്. മൊബൈൽ ഷോപ്പിൽ കയറി പുതിയൊരു പെൻഡ്രൈവ് മേടിച്ചു, ഒരു 64 GB പെൻഡ്രൈവ് മേടിച്ച്. എൻ്റെ ക്യാമറ മെമ്മറി കാർഡിൽ കുറച്ച് ഫയൽസ് ഉണ്ടായിരുന്നു, വേറൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്തതിൻ്റെ. അത് മൊത്തം അതിലേക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടതിന് ശേഷം മെമ്മറി കാർഡ് ഫോർമാറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി. ഒരു 2.5 മണിക്കൂർ സമയം അങ്ങോട്ട് പോയി. ഒക്കെ കോപ്പി ചെയ്തെടുത്ത് സെലക്ട് ചെയ്തെടുത്ത് ഇതാക്കി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മണിമല നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ മണിമലയാറിൻ്റെ കുറുകെയുള്ള ബ്രിഡ്ജ് കടന്ന് കാഞ്ഞിരപ്പള്ളി റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ദിസ് ഈസ് ദ ബ്രിഡ്ജ്. നേരെ കാഞ്ഞിരപ്പള്ളിയാണ് നമ്മുടെ റൂട്ട്. കാഞ്ഞിരപ്പള്ളി, ഇരാറ്റുപേട്ട, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈ റേഞ്ച് ആയില്ലേ. പിന്നെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും, അതായത് വാഗമൺ, ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ലി എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടൊക്കെ ഒക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ടൈം ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ നഷ്ടമായി. മണിമല നമ്മൾ കാഞ്ഞിരപ്പള്ളി റോഡിലേക്ക് കടന്ന് കുറച്ച് കണ്ട് വരുമ്പോൾ നമ്മൾ ഈ മണിമലയിലൂടെ ഒരു റിവർ ഒഴുകുന്നു, മണിമലയാർ എന്ന് പറയും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ കാണാം. ഈ റിവർ മഴക്കാലത്തൊക്കെ വാർത്തകളിൽ സ്ഥാനം പിടിക്കാറുണ്ടോ. നല്ല കവിഞ്ഞൊഴുകും. ആ ബ്രിഡ്ജിനൊപ്പം വെള്ളം പോവും. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന വീടുകൾക്കൊക്കെ ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ പത്രങ്ങളിലൊക്കെ അടിക്കടി വരാറുണ്ട് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ മണിമലയാർ കവിഞ്ഞൊഴുകി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സൊക്കെ വരുന്നതിന് മുമ്പ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത് ഇത് പമ്പ നദിയിൽ നിന്ന് ഒഴുകി വരുന്നൊരു പമ്പയിലേക്ക് പോയിട്ട് ജോയിൻ്റ് ആണ് ഒരു നദിയാണെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ. പിന്നെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്, ഏരിയൽ മാപ്സൊക്കെ വന്നതിന് ശേഷമാണ് ഇത് അങ്ങനെയല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടത്. അതായത് ഇത് പമ്പയിലേക്ക് ഒന്നും ഒഴുകുന്നില്ല. ഇത് കറക്റ്റായിട്ട് ഇത് ഉത്ഭവിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മുത്തോറ മലനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഏകദേശം 92 കിലോമീറ്ററോളം നീളത്തിൽ ഇത് ഒഴുകുന്നുണ്ട്. ഈ കോട്ടയം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളോടെ ഒഴുകി ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന് ചിത്രപ്പള്ളിയിൽ വെച്ചിട്ട് ഇത് വേമ്പനാട് കായലിൽ മിക്സ് ആവുന്ന ഒരു നദിയാണ്. ഇതിലേക്ക് പമ്പയിൽ നിന്ന് 1-2 ട്രിബ്യൂട്ടറികൾ ഇതിലേക്ക് വന്ന് ഇങ്ങോട്ട് ജോയിൻ്റ് ആണ് എന്നുള്ളത് ഒരിക്കലും പമ്പയിലേക്ക് ഒഴുകുന്നില്ല എന്നുള്ളത് പിന്നീട് ഏരിയൽ ഫോട്ടോഗ്രാഫ്സൊക്കെ വന്നതിന് ശേഷമാണ് ഇതറിഞ്ഞത്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു നദിയാണ്. ഇവിടുന്ന് ആണ് പല സ്ഥലങ്ങളിലും ഇത് മുറിച്ചെടുക്കുന്ന പാലങ്ങളൊക്കെ അപ്പോഴേക്ക് പണിതിട്ടുണ്ടാവും. ഇതുണ്ട്, ഈ പാലാണ് ഇവിടെ ഈ പൊളിഞ്ഞു പോയിരിക്കണ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട് വെള്ളത്തിൽ. അതിന് ഇവിടെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാലത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടാണ്. UDFിൻ്റെ ഭാഗമായിട്ട് ഇത് റീത്ത് വെച്ച സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രൊട്ടസ്റ്റൊക്കെ നടന്നിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പാലം പണിയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എല്ലാം പഴയതായി, റീത്തും പഴയതായി, പാലമൊന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ കിടക്കുന്നു. സമയം നമുക്ക് 12:45. ഇന്ന് ഫ്രൈഡേ. വേറെ പള്ളി പോകണം. കാഞ്ഞിരപ്പള്ളി എത്തിയിട്ട് അവിടെ നിന്ന് ജുമാ നിസ്കരിച്ചിട്ട് വേണം പോകാൻ. സമയം ഒരുപാട് നമുക്കവിടെ നഷ്ടമായതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തിയേനെ. കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് നമ്മൾ കിടക്കുക. അതായത് ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് നമ്മളെത്തി. സമയം വിചാരിച്ചാലും കൂടുതൽ അതിക്രമിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, ആദ്യം പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞോ നോക്കട്ടെ. ആൻഡ് ദിസ് ഈസ് കാഞ്ഞിരപ്പള്ളി ടൗൺ സ്റ്റാർട്ട്സ് നൗ.
ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി ഇറങ്ങി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്ക് വരും. എൻ്റെ ഇടത് ഭാഗത്ത് ഉള്ളിലാണ് ബസ് സ്റ്റാൻഡുള്ളത്. ഒരു സൈഡിലൂടെ കയറുന്നു, സൈഡിലൂടെ ഇറങ്ങുന്നു. KSRTC ഇതെല്ലാം ഒരുമിച്ചാന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ പ്രൈവറ്റ് സെക്ഷന് KSRTC അപ്പുറത്താന്ന് തോന്നുന്നു. ലെഫ്റ്റ് ഈരാറ്റുപേട്ട റോഡ്. പള്ളി അന്വേഷിക്കാം ഞാൻ. പിന്നെ അവിടെ ഒരു മിനാരം കണ്ടല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ ജുമാ മസ്ജിദാണ്. അവിടെ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇരുന്നതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തെ വലിയ ജുമാ മസ്ജിദിൽ നിസ്കാരം തുടങ്ങാനാവുന്നേ ഉള്ളൂ. പോയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ ജുമാ മസ്ജിദിൽ നിസ്കരിച്ചു. ഇനി ഭക്ഷണം കഴിക്കാൻ നേരെ പോവാം. ഞാനിവിടെ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കാൻ വേണ്ടി. ഇത് ഈരാറ്റുപേട്ട ഹോട്ടൽ തന്നെയാണ്. കഴിക്കാം. കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈരാറ്റുപേട്ട റൂട്ടിലേക്കാണ് പോകുന്നത്. സമയം 2 മണി കഴിഞ്ഞു, 2:15. ഇനിയിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എങ്ങോട്ടാണ് പോവുക എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പിടിച്ചൊക്കെ വേണം പോകാൻ. അവിടെ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ എന്താ സാഹചര്യം എന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുമോ അതോ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് ഈ സ്ഥലത്തേക്കൊക്കെ. ഈരാറ്റുപേട്ട നഗരസഭയിലേക്ക് സ്വാഗതം. ഇതാണ് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ടൗണിലേക്ക് നമ്മൾ എത്തി. ഈരാറുപേട്ട എന്നാണ്. ഇത് 2 നദികളുടെ 2 ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമായിരുന്നു ഈ ഈരാറ്റുപേട്ട. ഈരാറ് എന്ന 2 ആറ്, അത് മീനച്ചിലാറ് റിവറിൻ്റെ 2 ഭാഗങ്ങളും ഒഴുകുന്നതിൻ്റെ ഒരു ഇടയ്ക്കാണിത് ഈ സ്ഥലം, ഈ ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയ്ക്ക് നല്ല ചരിത്രമൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. അത് 10-12 നൂറ്റാണ്ടിലൊക്കെ ആ സമയത്തൊക്കെ തമിഴ് വംശജരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് കുടിയേറി പാർത്തതാണ്. പിന്നീട് ഇതൊരു വാണിജ്യ കേന്ദ്രമായിട്ട് മാറി. അന്നത്തെ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ സേവകരായിട്ടും അംഗരക്ഷകരൊക്കെ ആയിട്ട് കുറേ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളായിരുന്നു കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അവർ വാണിജ്യരംഗത്ത് അങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. കച്ചവടമായിരുന്നു ഇവരുടെ. പിന്നെ കേരളക്കരേൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഇങ്ങോട്ട് കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വന്ന് പിന്നീട് വന്നവരൊക്കെ ഇവിടെ അങ്ങനെ സെറ്റിലായി. മുസ്ലിം വിഭാഗം അത് ഈ കച്ചവടത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരുടെ ഒരു ഹബ്ബായി മാറിയത്. അതാണ് പേട്ട എന്ന് തന്നെ പറഞ്ഞത്. പേട്ട എന്ന് പറയുമ്പോൾ തന്നെ ചന്ത എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്. അവരൊക്കെ പറഞ്ഞാൽ കൃഷിയായിട്ട് ബന്ധപ്പെടണം. അവർ കൃഷി മലയോര മേഖലകൾ നോക്കിയിട്ട് അവർ അങ്ങോട്ട് നീങ്ങി. കച്ചവട മേഖല നോക്കി ഇവർ ഇവിടെ തന്നെ നിന്നു. ഇവിടുന്ന് ജസ്റ്റ് ഒരു 28 കിലോമീറ്റർ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ കാണുള്ളൂ നമ്മുടെ വാഗമൺ പോകാനായിട്ട്. വാഗമൺ ഹിൽസ് കയറി പോകണം. പൂഞ്ഞാർ നിയമസഭ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ ഈരാറ്റുപേട്ട. നമ്മൾ വാഗമൺ റൂട്ടിലേക്കാണ് പോകുന്നത്. ഏതാണ് വാഗമൺ റോഡ്? പാലാ തൊടുപുഴ കോട്ടയം. വഴി മാറിയോ ചോദിച്ചോക്കാം. മുട്ടം റൂട്ടിലേക്കാണ് നമ്മൾ പോകണ്ടെന്ന് തോന്നുന്നു. കാരണം ഇലവീഴ പൂഞ്ചിറ ആ ഭാഗത്തേക്കല്ലേ, അങ്ങോട്ട് തന്നെ നമ്മൾ പോകേണ്ടി വരും. യെസ്, ഓഫ് കോഴ്സ്. പാല ഇടത്തോട്ട്. We are going to ഇലവീഴ പൂഞ്ചിറ. ചേട്ടോ, ഇലവീഴ പൂഞ്ചിറ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ പോയാൽ മതി. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ വലത്തോട്ട് വാഗമൺ റൂട്ടാണ്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. എന്തായാലും ഒന്ന് കണ്ടു കളയാം ഇങ്ങനെ സ്ഥലമുള്ളത്. ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അങ്ങോട്ട്.
അവിടെ സിനിമയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ തന്നെ ഉണ്ട്, ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞു. ഇലവീഴ പൂഞ്ചിറ. ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് അവിടെ നിന്ന് വഴി ചോദിച്ചു, ഓട്ടോ ഡ്രൈവറുടെ അടുത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു ഒരു 10 കിലോമീറ്റർ പോകുമ്പോൾ നല്ലൊരു കയറ്റം വരും. ആ കയറ്റം കയറി പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് എങ്ങോട്ടോ പോകണം എന്ന് പറഞ്ഞു. മേലുകാവ് മറ്റം, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്നാണോ പോകേണ്ടത് അറിയില്ലല്ലോ. എന്തായാലും ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ മേലുകാവ് മറ്റത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ചായയും ഒരു ചെറിയ പഴംപൊരിയൊക്കെ തിന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ പുള്ളി പറഞ്ഞത് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. അതൊരു മല കയറി പോകുന്നൊരു ട്രക്കിംഗ് പോയിൻ്റ് പോലെ ഒരു സൈറ്റാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മലേൻ്റെ മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ഉള്ളൂ. പിന്നെ ഒരു കുളം ഉണ്ട് അവിടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ യൂട്യൂബ് വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്നൊരു യൂട്യൂബ് വീഡിയോ എനിക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ കുറേ വീഡിയോ ഉണ്ടായിരുന്നു, ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു. വീഡിയോയിലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ പോയാൽ എന്താവുമെന്നറിയില്ല. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞ് പോകണം, കയറ്റം കയറി പോകണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചും കൂടി തിരിച്ചു വന്ന് വീണ്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ല് എന്ന് പറഞ്ഞൊരു സ്പോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ട്രൈബൽ കോളനിയോ ട്രൈബിൾസോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല. അവിടെ ജനവാസമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ജനങ്ങൾ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന സാധാരണ സ്ഥലമാണ്. പ്രത്യേകതകൾ എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു മലമ്പ്രദേശമാണെന്നൊക്കെ പറഞ്ഞു. ഈ കോട്ടയം ജില്ലയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ച് പോവാണ്. ഏതായാലും ഇവിടെ നമുക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇല്ലിക്കക്കല്ല് ഒന്ന് പോയി കാണാം. ഈ വീഡിയോ ഒന്നും ആർക്കും അത്ര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, പോയിട്ടുള്ളതായിരിക്കും. ബട്ട് ഈ വീഡിയോ എക്സ്പെഷ്യലി നോട്ട് ഫോർ യു, ഇറ്റ്സ് ഫോർ മീ. ഞാനൊന്ന് പോകണമല്ലോ, അതിനുവേണ്ടി. ഇവിടെ ഒരു വെള്ളച്ചാട്ടം, കുഴപ്പമില്ല. ഒരു വണ്ടി നിർത്തി എല്ലാവരും നോക്കും. കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. മേലെ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. കാഞ്ഞിരക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നേരെ തൊടുപുഴയ്ക്ക് പോകുന്ന റോഡാണ്, മുട്ടം. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് റോഡ് കാണാം മുകളിലേക്ക്, അതുവഴി പോവാം. ഇതുവഴിയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. കയറ്റം കയറി മലേൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോണത്. ആഹാ, ഇതാ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇല്ലിക്കൽ കല്ല് നേരെ 15 കിലോമീറ്റർ, ഇലവീഴ പൂഞ്ചിറ ലെഫ്റ്റിലേക്ക് 5 കിലോമീറ്റർ. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ, മുനിയറ ഗുഹ, അതും ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ. ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഇതാ ഇവിടെ നിന്നാണ് തിരിയേണ്ടത് കേട്ടോ. അതേ റോഡ്. നല്ല റോഡാണല്ലോ. വണ്ടി വലിയ മുട്ടുന്നു. നല്ല റോഡ്, നല്ല സ്പേസ്, നല്ല രസമുള്ള സ്ഥലമാണ്. വാവ്, അടിപൊളി. ഇവിടെ തന്നെ ഒന്ന് നിർത്തി നോക്കാം നമുക്ക്. കയറ്റം കയറാൻ തുടങ്ങിയത് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള മേലേക്കുള്ള റോഡ് നല്ല പുതിയ റോഡാണ്. നല്ല സ്മൂത്തായിട്ട് കയറി വരുന്നത്. നല്ല കയറ്റത്തേക്കാണ് കേട്ടോ വരുന്നത്. അത് നല്ല ഹാർപ്പിൻ പെൻ്റൊക്കെ ഉണ്ട്. ഇതായി പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് നല്ല ഹാർപ്പിൻ പെൻ്റ് ഉണ്ട്. ഇപ്പോൾ റോഡൊക്കെ ഇട്ടതിൻ്റെ ശേഷമായിരുന്നു തോന്നുന്നു. ഇവിടെ ഇതിൻ്റെ ഒരു മുഖച്ഛായൻ്റെ മാറിയിട്ടുണ്ട്. വണ്ടി ഓട്ടോറിക്ഷ ഒക്കെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്.
സോ ഇതാണ് സ്പോട്ട്. ഇവിടുന്ന് ജീപ്പിന് കയറി പോകുന്നുണ്ട് കുറേ ആൾക്കാർ. അതിന് എക്സ്ട്രാ ചാർജ് കൊടുത്ത് നമ്മൾ പോകണമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓഫ് റോഡാണ്. ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങൾ പോകാൻ വല്ല നിയന്ത്രണം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങോട്ട് താഴേക്ക് നല്ലൊരു ഇറക്കം കാണണം. തൊടുപുഴയാണ് അങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ദൂരം പോയേക്കാം. അതിലും തടഞ്ഞാൽ തിരിച്ചു വരാം, അതായിരിക്കും നല്ലത്. റോഡ് ഓഫ് റോഡിങ്. പക്ഷെ നമ്മളെ വാഹനങ്ങളൊക്കെ കടത്തി വിടുവാണെങ്കിൽ നമുക്ക് പോകാമല്ലോ. യെസ്, അതിൻ്റെ അപ്പുറത്തേക്ക് വിടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സ്പോട്ട്. ഇവിടെ വണ്ടികൾ കയറ്റൂലെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം. മോള് വണ്ടി പോല ഇവിടെ വരെ അതിൻ്റെ അപ്പുറത്തേക്ക് കയറ്റൂലേ? അല്ല, നമ്മുടെ വണ്ടി കുറച്ച് ദൂരം പോവുള്ളൂ. അതിൻ്റെ അടുത്തേക്ക് വിടൂല അല്ലേ? പിന്നെ ഇവിടെ വെച്ചിട്ട് പോയിരിക്കും നല്ലതല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത് റോഡ് വഴിക്കാണ് പോകേണ്ടത്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി പോയാലും കുറച്ച് ദൂരം പോകുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടികൾ വിടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ സ്പോട്ടിൽ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാം. ഓ, അങ്ങനെ ഉണ്ടല്ലേ, നല്ല മലഞ്ചെരിവുകൾ കാണാം. താഴെ കാണുന്നത് കാഞ്ഞാറാണെന്ന് തോന്നുന്നു. കാഞ്ഞാർ അവിടെ ബോർഡ് കണ്ടു. അതിൻ്റെ ഒരു ബോർഡ് കണ്ടു. കാഞ്ഞാർ ടു മേലുകാവ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വളഞ്ഞ് ചന്ദ്രാകൃതിയിലൊരു മാപ്പ് ഉണ്ട്. അതിൻ്റെ നടുക്കാണ് വ്യൂ പോയിൻ്റ് എന്ന് ഇലവിഴ പൂഞ്ചിറ വ്യൂ പോയിൻ്റ് കണ്ടത്. അതിനുള്ളൊക്കെ ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകളുണ്ട്. അത് ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ എന്നറിയില്ല. പൂഞ്ചിറ വണ്ടീൻ്റെ പേര്. ഫോറസ്റ്റുകാരെ വണ്ടിയുണ്ട്. യെസ്, നമുക്ക് ഏതായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് പോയി നോക്കാം. യെസ്, അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല, റെസ്ട്രിക്ഷൻ, പോലീസ്. റോഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. വണ്ടി കയറി പോവുകയൊക്കെ ചെയ്യും, ജീപ്പൊക്കെ പോകും കൂളായിട്ട്. ഞാനേതായാലും പതുക്കെ അങ്ങനെ കയറാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ വണ്ടി കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. റോഡിൻ്റെ അവസ്ഥ ഉണ്ടില്ലേ. ഞാൻ ആ വീഡിയോയിൽ നോക്കിയപ്പോൾ അതിൽ പറയാനായിട്ട് വണ്ടി നമുക്ക് അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇതിലൂടെ വണ്ടി നമ്മൾ കയറ്റി ഈ കണ്ടീഷനിലാണെങ്കിൽ വണ്ടി കയറ്റി പോകുന്നതിനേക്കാളും നല്ലത് നടന്നു പോകാമായിരിക്കും. കാരണം ഇതിന് വണ്ടി വെറുതെ കേടാക്കണേ. പിന്നെ ഒരു ഓഫ് റോഡിങ് ചലഞ്ചിങ്ങിന് അഡ്വഞ്ചറിനൊക്കെ വേണ്ടിയിട്ട് വേണമെച്ചാൽ ചെയ്യാം. അല്ലാതെ വരുന്ന വെറുതെ വണ്ടി കയറ്റി കഷ്ടപ്പെടാൻ നിൽക്കണ്ട, നടന്നു പോയാൽ മതി. തുടക്കത്തിൽ മാത്രമേ റോഡ് മോശം, ഇങ്ങോട്ട് കുഴപ്പമില്ല. ഇങ്ങോട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ മോശമുള്ളൂ. പിന്നെ ഈ കണ്ടീഷനിലാണ്. ഇതിലൂടെ വണ്ടി ബൈക്കൊക്കെ കൊണ്ടുപോകാൻ സുഖമാണ്. ചില ഭാഗങ്ങൾ റിസ്ക്കാണ്. ജീപ്പ് ഇത് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ താഴ്ന്ന ജീപ്പ് സഫാരി ഇതുവരെ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നടന്നു തന്നെ പോകണം തോന്നുന്നു. അപ്പോൾ പിന്നെ ജീപ്പ് സഫാരി എടുക്കണത് വേസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പോയിൻ്റ് വരെ പോവും എന്നുണ്ടെങ്കിൽ മാത്രമേ ജീപ്പ് ഓർത്തുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടമല്ലേ, ബാക്കിയുള്ളവർ വീണ്ടും നടക്കണ്ടേ. ഇതാണ് ആ പറഞ്ഞ ചങ്ങല. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വണ്ടിയും അനുവദിക്കില്ല. ഉണ്ടോ ചെയിൻ. എടാ, ഒത്തിരി കയറാനുണ്ടോ മുകളിലേക്ക്? ഒരുപാട് ദൂരം നടക്കണം. അപ്പോൾ വന്നതിനേക്കാൾ കൂടുതലുണ്ടാവും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല ഗൈസ്, അടുത്ത് തന്നെയാണ്. വ്യൂ ഒക്കെ പൊളിയാണ്.
കണ്ട് കേട്ട് വന്നപ്പോഴത്തേക്ക് സമയം 4 മണി. അപ്പോൾ നമ്മളോട് കയറുമ്പോൾ ഇനി ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടിട്ട് ഇല്ലിക്കൽ കല്ല് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്നും പറയുന്നു. അതിന് മുമ്പ് എത്തുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ കാണാം. പിന്നെ ഒരു പോയിൻ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ചേട്ടന്. അതായത് എന്താണ് ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ തന്നെ വേറൊരു സ്പോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നിന്ന് വീക്ഷിക്കാൻ പറ്റും. അത്ര ആ ഒരു ഹൈറ്റിലൊക്കെ പുതിയ റോഡ് പണിതിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ റോഡ് അവസാനിക്കത്ര കുറേ ദൂരം മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് വശം കാണാൻ പറ്റുന്നു. ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ഇത് കയറി മോൾ ഭാഗം കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാം. ഈ സ്ഥലം അടിപൊളിയാണ്. അതിന് മോൾ തന്നെ കയറണമെന്നൊന്നുമില്ല. വരുന്ന വഴികളൊക്കെ 2 ഭാഗത്തേക്കും നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ്. നമ്മൾ വന്ന റോഡ് കണ്ടോ, താഴെക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ നമ്മൾ വന്നത്. സൂപ്പറായിട്ടുണ്ട് ഒന്ന് കാണാൻ. അതവിടെ ഒരു കുളം, അത് ചേട്ടൻ പറഞ്ഞു എടുത്ത് കടയിൽ നിന്ന് താഴെ നിന്ന് ബേക്കറിയിൽ നിന്ന്. ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ ഇതുവരെ അത് ആക്ടിവേഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ കാണുന്നുണ്ട് കുളം. ക്യാമറയിൽ വിസിബിൾ ആവുമെന്നില്ല, എനിക്കറിയില്ല. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിലെത്തുമ്പോൾ എൻട്രി റെസ്ട്രിക്റ്റഡ്, പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ ഇലവീഴ പൂഞ്ചിറ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങോട്ടെന്താ ഇവിടെ ഒരു ഡാമിൻ്റെ റിസർവയർ കാണാം. അതല്ലേ ഡാമിൻ്റെ പേര് പറഞ്ഞല്ലോ എന്താ. ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേര് വരാൻ കാരണം പല കാരണങ്ങൾ ഉണ്ട്. പക്ഷേ ഇവിടെ പൊതുവേ നല്ല ശക്തമായിട്ട് കാറ്റടിക്കുന്ന ഒരു പ്രകൃതി ആയതുകൊണ്ട് ഇവിടെ മരങ്ങൾ വളരില്ല. മരങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇലകൾ വീഴാത്തത്. അതാണിപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും കഥകളാണ്. നമുക്ക് അങ്ങനെ വിശ്വസനീയമല്ലാത്ത കുറേ കഥകളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുകളിൽ ഒരു മരം പോലും ഇല്ല. മരം അല്ലെങ്കിൽ പിന്നെ ഇല ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരങ്ങളൊന്നും തന്നെ ഇല്ല. ഒന്നെങ്കിൽ മരം വളരാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ മുകളിൽ മരം ഇല്ലാതായിപ്പോയി. അതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മളെ സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലോ, ഇലവീഴ പൂഞ്ചിറ സിനിമയിൽ ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. ആ പോലീസുകാർ സബിൻ സായർ അവരൊക്കെ ആ ഒരു സ്റ്റേഷനാണത്. അതിൻ്റെ പുറത്താണ് അവരിയ്ക്കുന്നതൊക്കെ. ഇവിടെ അതൊരു ഇലക്ട്രിക് ലൈനിൻ്റെ ഫെൻസിങ് ആണ് ഇതാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലൂടെയാണോ പുറത്തൂടെയാണോ നമ്മൾ പോകേണ്ടത്? അപ്പുറത്തേക്കൊരു ഇതിനുള്ളിൽ പോകാൻ പാടുമോ? ഇവിടെ കണ്ട കുപ്പി, ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിയന്ത്രണമല്ലോ കേട്ടോ. നമ്മുടെ ഏരിയകളിലൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഫുള്ള് കാലിയായിരിക്കും. ഏത് സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ്. അപ്പുറത്തേക്ക് നമ്മൾ വന്ന റോഡ് താഴെ ഇങ്ങനെ കാണാം. ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഡാമിൻ്റെ റിസർവയറൊക്കെ ഉണ്ട്. തൊടുപുഴയിൽ വരുമ്പോൾ നമ്മൾ ഈ ഡാമിൻ്റെ മുമ്പിലൂടെ തന്നെ വരിക. ഈ ഡാമിൻ്റെ പേര് എനിക്കറിയില്ല. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരണം, എനിക്കിവിടെ പഠിക്കാനാണ്. ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴെ എൻഡ് വരെ പോകാൻ പറ്റും തോന്നുന്നു. പക്ഷെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പോയി നോക്കല്ലേ, ഏതായാലും വന്നതല്ലേ. ഇവിടെ അനിമൽസ് സാധ്യതകളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇതുവരെ അങ്ങോട്ടൊരു ആനപ്പിണ്ടം പോലും കണ്ടിട്ടില്ല. ദിസ് ഈസ് ഇലവീഴ പൂഞ്ചിറൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്. ഒരു ഓന്തോറുന്നു, അത്രേ ഉള്ളൂ. വീണ്ടും ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിനി പോകാനോ കാണാനോ ഒന്നുമില്ല. ഈ ഒരു ഹൈറ്റുള്ള മലൻ്റെ മുകളിൽ നിന്നിട്ട് 4 ഭാഗത്തേക്ക് നോക്കുക, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഒരു ഈച്ച വറക്കുക എൻ്റെ മുകളിൽ കൂടെ ഒക്കെ, മേലൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇലവീഴ പൂഞ്ചിറൻ്റെ മുകളിൽ
എത്തി. നമുക്കിനി അടുത്ത 2 ഡെസ്റ്റിനേഷനും കൂടെ പോകാനുണ്ട്. അത് ഒന്ന് നമ്മുടെ ഇല്ലിക്കൽ കല്ല് പോകാൻ ടൈം ഉണ്ടോ എന്നറിയില്ല, എന്നാൽ ജസ്റ്റ് പോയി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇലവിഴ പൂഞ്ചിറ വന്ന് നമ്മൾ കണ്ടു. ഇനി ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പറ്റിയ കാണാൻ. ഷൂട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും അവരെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.